അപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു ഇതിൽ വന്ന് നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? കോമഡി സ്റ്റാർ സീസൺ 1 ഈ ആദ്യരാത്രി സ്കിറ്റ്. അന്ന് പെർഫോമർ മാത്രമായിരുന്നു. സീസൺ 2 വന്നപ്പോഴത്തേക്കും ടീം ക്യാപ്റ്റനായി വിന്നർ ആവാൻ പറ്റി. അത് കഴിഞ്ഞ് കൂടുതൽ പിന്നെ സ്ക്രിപ്റ്റിലോട്ട് നമ്മൾ തിരിഞ്ഞു. സ്ക്രിപ്റ്റ് വർക്കാണ് കൂടുതലായിട്ട് പിന്നണി പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഫോക്കസ് വന്നു. അപ്പൊ ഭാവിയിൽ ഒരു ഡയറക്ടറെ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. നോക്കാം, നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. ശ്രമിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് പല സിനിമകളുടെ പല ത്രെഡുകളും കയ്യിലുണ്ട്. അതിന്റെ പണിപ്പുരയിലൊക്കെയാണ്. സിനിമ സ്ക്രിപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ബിഗ് സ്ക്രീനിൽ പേരെഴുതി കാണിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എന്തായാലും നല്ല സിനിമകളുടെ ഭാഗമാകാനാണ് ആഗ്രഹം. നടക്കട്ടെ. അപ്പൊ ചോദിച്ചു വന്നത് അതിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പെർഫോമറിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റുകൾ, അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെയാണ് ഒരു സ്കിറ്റ് ജനിക്കാന്ന് പറയുന്നത്. അതെന്താകും എന്നുള്ളത് അതിന്റെ എൻഡ് മ്യൂസിക് വരുമ്പോഴേ അറിയാൻ പറ്റൂ അത് വിജയിച്ചോ എന്നുള്ള കാര്യം. റിഹേഴ്സൽ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇത് വിജയിക്കുമെന്ന് പറയാം. ചിലത് കൈനിട്ട് കളിക്കുന്നതുകൊണ്ട്. അപ്പം ഓരോ സ്കിറ്റും ഓരോ കുഞ്ഞ് ജനിക്കുന്ന പോലെയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് സന്തോഷം ഉണ്ടാവും. ഓരോ സ്കിറ്റ് കഴിയുമ്പോഴും പുതിയ പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങൾ നമുക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പല സ്കിറ്റ് കണ്ടിട്ട് പലരും പറയാറുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പം സന്തോഷം.